നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ മാത്രമല്ല, മലയാളികളുടെ ഒരു ഇഷ്ട നടൻ കൂടിയാണ് വിജയ് എന്ന് പറയുന്നത്. വിജയ് ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്നും വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ സിനിമാ രംഗത്തേക്ക് കടന്നു വരികയാണ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ്. സംവിധായകനായിട്ടാണ് ജേസൺ കരിയർ തുടങ്ങുന്നത്. വിദേശത്ത് നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചെത്തിയ ജേസന്റെ ആദ്യ ചിത്രം ലൈക പ്രൊഡക്ഷൻസിനൊപ്പമാണ്. വിജയ് സിനിമാ രംഗം വിടാനൊരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നത്. ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക തയ്യാറായത് സിനിമാ ലോകത്ത് തന്നെ വളരെ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. പല സംവിധായകരും തുടക്കകാലത്ത് സഹസംവിധായകനായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾ തേടി അലഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ജേസന് ഇതൊന്നും വേണ്ടി വന്നില്ല. താരപുത്രനായതിന്റെ പ്രിവിലേജാണിതെന്നാണ് പൂർണ്ണമായും വിമർശകർ പറയുന്നത്. അതേസമയം പിതാവിന്റെ നിലയിൽ കരിയറിൽ വളരാൻ ജേസൺ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മകന്റെ സിനിമയുടെ ചർച്ചയിലോ മറ്റോ വിജയ് ഭാഗം അല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ നൽകുന്നത്. മകന് കരിയറിൽ പരസ്യ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കാം. ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയ് ഇടപെടാത്തതെന്നും വാദമുണ്ട്. എന്നാൽ വിജയും മകനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാദവും ശക്തമായി മാറുകയാണ്. കുടുംബവുമായി വിജയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിക്കുന്നുണ്ട്. വിജയും ഭാര്യയും തമ്മിൽ പിരിയാൻ പോകുന്നു എന്നുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും ഇതിനുള്ള ഉത്തരമൊന്നും ഇതുവരെ, അല്ലെങ്കിൽ മറുപടിയായി വിജയ് മൗനം പാലിച്ചിരിക്കുകയാണ്. വേർപിരിയൽ അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള അകർച്ച ഇതൊന്നും പുറത്തു വരാത്ത ഒരു സംഭവമാണ്. ഏറെക്കുറെ ഗോസിപ്പുകൾ എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും ജേസൺ സഞ്ജയുടെ സിനിമ പ്രഖ്യാപിച്ചിട്ട് ഏറെക്കാലമായി, എന്നാൽ ഇതുവരെയും ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് വിവരം. ലൈവ് പ്രൊഡക്ഷൻസ് അടുത്ത കാലത്തായി നിർമ്മാണ രംഗത്തെ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതാണോ ജേസന്റെ സിനിമ വൈകാൻ കാരണമെന്ന ചോദ്യവും ഉയരുകയാണ്. തന്റെ ആദ്യ സിനിമ വൈകുന്നതിൽ താരപുത്രൻ ആശങ്കയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ഘട്ടത്തിൽ നടൻ അജിത്ത് ജേസൺ സഞ്ജയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഫിലിം ജേർണലിസ്റ്റ് അനന്തനാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സിനിമ പ്രഖ്യാപിച്ചിടയ്ക്ക് ലൈക വലിയ സ്ട്രഗിളായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷെ അന്ന് ജേസൺ സഞ്ജയിനെ ടെൻഷനേൽപ്പിച്ച പ്രതിസന്ധിയിലായിരുന്നു അവർ. താരപുത്രൻ പെട്ടെന്ന് സുരേഷ് ചന്ദ്രയെ ഫോൺ ചെയ്തു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനിയെ സമീപിച്ചാലോ എന്ന് ചോദിച്ചു. സുരേഷ് ചന്ദ്ര എന്ന് പറയുന്നത് നടൻ അജിത്തിന്റെ മാനേജറാണ്. എന്തായാലും ആ ഒരു സമയത്ത് തന്നെ അജിത്ത് മാനേജറുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് അജിത്ത് ചോദിക്കുകയുണ്ടായി. വിജയ് സാറുടെ മകനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അജിത്ത് പെട്ടെന്ന് ഫോൺ വാങ്ങി ജേസൺ സഞ്ജയോട് സംസാരിക്കുകയും ചെയ്തു. താരപുത്രനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയും, ഞാൻ നിനക്ക് വേണ്ടി നല്ല പ്രൊഡക്ഷൻ കമ്പനിയുമായി സംസാരിക്കാം, നീ ധൈര്യമായിരിക്കും, നിനക്ക് എപ്പോൾ ഈ കമ്പനി വേണ്ടെന്ന് തോന്നുന്നോ അപ്പോൾ പറയൂ എന്ന് പറഞ്ഞെന്നും അന്തനൻ വെളിപ്പെടുത്തുകയാണ്. അജിത്തിന്റെ മാനേജറാണ് സുരേഷ് ചന്ദ്ര. മകനു വേണ്ടി വിജയ് ഒരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വൈകാതെ തന്നെ ആ ഒരു സിനിമ, അല്ലെങ്കിൽ വിജയുടെ മകന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പിലാണ് വിജയ് ആരാധകരും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.